10 ന്യൂസ് ചാനലുകളുണ്ട്. ഈ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് ഓരോ ആഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും പൊതുവിൽ വരുന്നു. വരുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് അതിനെ നിശ്ചയിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരാൾക്കും ഈ ഏറ്റവും ഒന്നാമതായി ബാർ ചാർട്ടിൽ ഒന്നാമതായിട്ട് വരുന്ന ചാനലിനോ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ചാനലിനോ ഒരു ഉറപ്പും ഉണ്ടാവില്ല. എന്താണ് അതിൻ്റെ ആ ഫിഗേഴ്സിനെ നിശ്ചയിച്ചൊരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു ദിവസമാണ്, നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചൊരു ദിവസം. നമ്മുടെ ഷോയുടെ ഒരു മേന്മ അല്ലെങ്കിൽ ആ മേന്മ കുറവ് അതെന്തെങ്കിലും ഒന്നിന് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന ഒരു അനുമാനത്തിലേക്ക് നമ്മളെത്തും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ ഇവൻറ്റ് വരും, വയനാട് സംഭവം വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മളുടെ ഒരു പരിമിതികൾ ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യുന്നു. ഇതൊന്നുമല്ലാത്ത ദിവസങ്ങളിലും വലിയ വ്യത്യാസങ്ങൾ ചില ചാനലുകളും തൊട്ട് താഴെ നിൽക്കുന്ന ചാനലുകളും തമ്മിൽ വരും. അതെങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ അതിന് നമുക്കൊരു ഉത്തരവില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ കണ്ടൻറ്റാണ് മിക്കവാറും എല്ലാ ചാനലും അക്രോസ് ദ ചാനൽസ് പോകുന്നുണ്ടാവുക. ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 70% കോമൺ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഡിഫറൻസ് വരുന്നത്? ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളിത് വെച്ചിട്ട് ഈ 1500 പരമാവധി 1500 ഞാൻ പറയുന്നത് മീറ്ററുകളിൽ കേരളത്തിൽ ഇത് കാണുന്ന അതിൻ്റെ വെച്ചിട്ടല്ല അത് വരുന്നത്. കാണുന്നത് അവർ തന്നെയായിരിക്കും, അതിൽ നിന്നുള്ള ഡാറ്റ തന്നെയായിരിക്കും വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നത് ആര് എന്ന് തീരുമാനിക്കുന്നതിൽ ഈ ഏജൻസിക്കും മറ്റു ചിലർക്കും പങ്കുണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. അത് ഒരു പരിധിവരെ അവരും തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനലുകൾ ഓരോ കേബിൾ ഓരോ സർവീസിൽ ഓരോ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ചില ചാനലുകൾ അവരുടെ പൊസിഷനിങ്ങിൽ വളരെ മുന്നിലാണ്, ചില കേബിളുകളിൽ പിന്നിലാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓണാക്കുമ്പോൾ തന്നെ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിഷാദ് ഇപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ ലാൻഡിംഗ് പേജിൽ നമ്മുടെ ചാനൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നല്ല സാധ്യതയാണ് റേറ്റിംഗിൽ കൂടാനുള്ള നല്ല സാധ്യത. നല്ലൊരു 70% ചാൻസ് അതിനകത്ത് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ 2-3 കേബിൾ നെറ്റ്വർക്ക്സിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതിലൊക്കെ നമുക്ക് ലാൻഡിംഗ് പേജിൽ എത്താൻ കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളെന്താ ചെയ്യാത്തത്? അവിടെയാണ് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നം വരുന്നത്. വലിയ പണം അവിടെ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ആ ഒരു വിഭാഗം ആളുകളുമായിട്ട് നടക്കുന്ന നെഗോസിയേഷനിലൂടെ, അതായത് മത്സരമുണ്ടല്ലോ, അപ്പോൾ നെഗോസിയേഷൻ അവർക്ക് ധാരാളം എത്ര വേണമെങ്കിലും നെഗോസിയേറ്റ് ചെയ്യാം. അതിലൂടെ അവർ നേടിയെടുക്കുന്ന പണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പണമാണ് യഥാർത്ഥത്തിൽ ബാർക്കിൻ്റെ ചെലവ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ കോടികളാണ്. ഒരു സംശയമില്ല. ഇപ്പോൾ ഒരു ചാനൽ നമുക്കറിയാം, ചില നെറ്റ്വർക്ക്സിൽ ഇപ്പോൾ ലാൻഡിംഗ് പേജിലാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, മറ്റൊരു ചാനൽ നമ്മളവിടെ എത്തി. ഇപ്പോൾ ലാൻഡിംഗ് പേജിൽ ഒരു ചാനലായിരിക്കുമല്ലോ, നമ്മൾ റിമോട്ട് എടുത്ത് വെറുതെ എന്തെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ ഉടനെ വരുന്ന ആ ചാനലായിരിക്കും. അങ്ങനെയും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചാനൽ അതായിരിക്കും അറ്റ് എനി കോസ്റ്റ്, നമ്മളത് സെലക്ട് ചെയ്താലും ഇല്ലെങ്കിലും. ഇനിയിപ്പോൾ മറ്റൊരു ചാനലിന് വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി എടുക്കാം സമാനമായിട്ട്. ഏറ്റവും ഇത് കഴിഞ്ഞാൽ വരുന്ന ഒരു ചാനൽ നമ്മുടെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചായിരിക്കും. ഒരു ചാനലിൽ നിക്ഷേപകർ തന്നെ ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ ആളുകൾ കൂടിയായി മാറിയാൽ എങ്ങനെയിരിക്കും? അതിൽ നല്ല തോതിലുള്ള ഒരു നിക്ഷേപം ഈ നെറ്റ്വർക്കിൻ്റെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേബിൾ നെറ്റ്വർക്കിൻ്റെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അവരുടെ ചാനലുകൾ എവിടെയൊക്കെയാണ് ഈ മീറ്റർ ഉള്ളത് എന്നത് കൂടി അറിയുന്ന ആളുകളാണെങ്കിൽ പിന്നെ അതിൽ സംഭവിക്കാവുന്ന ഒരു വ്യത്യാസം നിഷാദ് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയൊന്നും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇപ്പോൾ ഡിജിറ്റലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റയാണ്. ഇപ്പോൾ നമ്മളുടെ ചാനൽ ഒരു 115 പേര് വാച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ 115 എന്നുള്ളത് സംശയമില്ല. 116 ആയാൽ അത് അങ്ങനെ കാണിക്കും, അതിനകത്തൊരു സംശയവും നമുക്കില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഒരു കണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് എത്ര പേര് കണ്ടു എന്നുള്ളതിൽ കൃത്യ കണക്കുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ യൂട്യൂബിലെ ആവട്ടെ ഫേസ്ബുക്കിലെ ആവട്ടെ ഈ കണക്കുകൾ കൂടി ചേരാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് 3 പേർക്കും ഉറപ്പുള്ളൊരു കാര്യം, യൂട്യൂബിൽ നമ്മൾ എന്തായാലും 10ാം സ്ഥാനത്തല്ല, അല്ലേ? 3-4 സ്ഥാനത്ത്. യൂട്യൂബിലും ഇത് കയറ്റാനുള്ള എന്തോ ഒരു ഏർപ്പാടില്ലേ? അല്ല, അതുണ്ടാവും, അത് നടക്കുന്നുണ്ടാവും നിഷാദ്. ഞാൻ പറയുന്നത് അത് ചെയ്യാതിരിക്കുന്ന നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതിനും പണം മുടക്കാൻ എന്തുകൊണ്ടാണ് എന്ന് നിഷാദ് എന്നോട് ചോദിക്കരുത്. നമ്മൾ പണം മുടക്കി ഈ സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. ടി വിയിലൂടെ ഇത് കാണുന്ന പ്രേക്ഷകർ കുറഞ്ഞു വരുന്നു എന്ന ജനറൽ
പിന്നെ പ്രസംഷൻ നമ്മുടെ മുമ്പിലുണ്ട്, അത് കണക്കുകളുണ്ട് അതിനകത്ത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഡിജിറ്റലായിട്ടാണ് കാണുന്നത്, സ്മാർട്ട് ഫോണുകളിൽ അല്ലെങ്കിൽ അവരുടെ ലാപ്പുകൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ടി വി മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു കണക്കിനെ വെച്ച് ഈ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ട് നമുക്ക് അതൊരു യുക്തിഭദ്രമായിട്ട് കാണാനാകും. അതുകൊണ്ടാണ് ഇതും കൂടി ചേർക്കണം. ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് വരണം. ഇത് വന്നു കഴിഞ്ഞാലാണ് ഒരുപക്ഷെ ഒരു ചാനലിൻ്റെ യഥാർത്ഥ വ്യൂവർഷിപ്പിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണയെങ്കിലും കൃത്യമായി കിട്ടുക എന്ന് പറയാൻ പറ്റും.